മായാവി. കുട്ടൂസാ കുട്ടൂസാ. ഡാകിനി വന്നല്ലേ? ഇതെന്താ കുടം? കുടത്തിലടച്ച് ഭൂതമെന്ന് കേട്ടിട്ടുണ്ട്. ഹിഹി. അതേടോ, അത് ഭൂതം തന്നെയാ. സത്യമാണോ? പിന്നല്ലാതെ ഞാൻ നുണ പറയുമോ? ഇതിനകത്ത് കൊടും ഭീകരനാ, അനങ്ങാപ്പി ഭൂതം. എന്തെങ്കിലും അനക്കം കണ്ടാൽ ദേഷ്യം വരുന്നവനാ. അനക്കമെന്ന് പറഞ്ഞാൽ? ചെറിയ അനക്കം പോലും കണ്ണിൽപ്പെട്ടാൽ ഇവന് ദേഷ്യം വരും. ഒരു ഇല അനങ്ങിയാൽ പോലും. ദേഷ്യം വന്നാൽ ഇവൻ വലുതാവും. പിന്നെ എന്തൊക്കെ കാണിക്കുമെന്ന് പറയാനാവില്ല. അടിക്കും, ഇടിക്കും, തൊഴിക്കും, മാന്തും. ബെസ്റ്റ്. ഈ ടൈപ്പ് വയലൻ്റ് ഐറ്റംസ് കുടത്തിലാക്കി എന്തിനാ ഇങ്ങോട്ട് പോന്നത്? നീ പോടാ. ചുമ്മാ കൊണ്ടുവന്നതൊന്നുമല്ല ഇവനെ. ആ പിള്ളേരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനാ. അതുവരെ നമ്മളായിട്ട് കുടം തുറക്കണ്ട. പ്രശ്നം തീർന്നില്ലേ? അത് ശരിയാ. ഓഹോ, അതാണോ കാര്യം? ഇതുപോലുള്ള എല്ലാ പരിപാടിക്കും അവസാനം നമുക്കിട്ട ഇടിയും തൊഴിയും മാന്തും വരുന്നത്. ഇവൻ കംപ്ലീറ്റ് നെഗറ്റീവാണല്ലോ. നീ മിണ്ടാതിരി. ഇത്തവണ അതൊന്നും ഉണ്ടാവില്ല ലുട്ടാപ്പി. നീ 2 ചായ ഉണ്ടാക്ക്. 2? അപ്പോൾ എനിക്ക് വേണ്ടേ? ആഹാ, എങ്കിൽ 3. ഹാ, പതുക്കെ കുടം തുറക്കാം. ചതിച്ചോ? ആരാ കുടം തുറന്നത്? അനങ്ങല്ലേ? അനങ്ങാപ്പി പുറത്തെത്തി. പ്രതിമ പോലെ ഇരുന്നോ, വേറെ വഴിയില്ല. പതുക്കെ പറ, അവൻ കേൾക്കും. ഇല്ല, അവന് ചെവി കേൾക്കില്ല. അതുകൊണ്ട് ചുണ്ടനങ്ങാതെ സംസാരിക്കാം. അയ്യോ, എനിക്ക് മൂക്ക് ചൊറിയണം. മിണ്ടാതിരിയടാ, ചൊറിഞ്ഞാൽ കൊല്ലും ഞാൻ. ഇങ്ങനെ എത്ര നേരം ഇരിക്കണം? കുറച്ച് കഴിഞ്ഞാൽ അവൻ ബോറടിച്ച് തിരികെ കുടത്തിൽ കയറും. അതുവരെ അനക്കമില്ലാതെ ഇരിക്കണം. ചതിച്ചോ? ദേ, ചായക്ക് വെച്ച വെള്ളം തിളച്ചു, അടപ്പ് അനങ്ങി. അനങ്ങാപ്പി അത് കണ്ടതും, അമ്മോ, ഇത് ഇങ്ങനെ തീരൂ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അയ്യോ.